മഞ്ജു വാര്യർ അഭിനയിച്ച GRB നെയ്യുടെ ഒരു പരസ്യ ക്യാമ്പയിൻ അടുത്തിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. പ്യുവറാണ്, അത് ഷുവറാണ് എന്ന GRB നെയ്യെക്കുറിച്ച് മഞ്ജു വാര്യർ പറഞ്ഞത് ചിലരുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞിട്ടുമുണ്ടാകും. അതേസമയം നിങ്ങളുടെ അമ്മയോ സുഹൃത്തോ മിൽമയുടെ നെയ്യോ നമ്പീഷൻസിൻ്റെ നെയ്യോ ആണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞാൽ ഏതാകും നിങ്ങൾ വാങ്ങുക? ബ്രാൻഡിങ്ങിൽ ബ്രാൻഡ് അംബാസിഡറിനേക്കാൾ വലുതാണോ ബ്രാൻഡ് അഡ്വക്കേറ്റ്? എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ജ്യോതി ചേച്ചി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ബോബ്ന, സാധാരണ ഡിഷ് വാഷ് ബാർ ഉപയോഗിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാറുണ്ട്. ചൊറിച്ചിലും വേദനയും കൊണ്ടൊക്കെ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആംവയുടെ ഡിഷ് വാഷ് ബാർ ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഒരു പ്രശ്നങ്ങളുമില്ല. കുറച്ചു കാലം മുൻപ് സമാനമായ പ്രശ്നം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ദിവസവും കാണുന്ന പരസ്യത്തിലെ ഡിഷ് വാഷ് ബാറോ അതിലെ അംബാസിഡർമാർ പറഞ്ഞ വാക്കുകളോ ഒന്നും ഓർത്തില്ല. ഞാൻ നേരെ പോയി മേടിച്ചത് ജ്യോതി ചേച്ചി പറഞ്ഞ സോപ്പാണ്. ബ്രാൻഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ബ്രാൻഡ് അഡ്വക്കേറ്റ്സ്. ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് അതിൻ്റെ ഗുണം അനുഭവിച്ച് അത് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യുന്ന വ്യക്തി. കള്ളം പറയാത്ത സ്വന്തം അനുഭവം പങ്കുവയ്ക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ. അവർ അറിയാതെ തന്നെ ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇന്നും ആളുകൾ ആഴത്തിൽ വിശ്വസിക്കുന്നത് പരസ്യങ്ങളെക്കാൾ പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങൾ തന്നെയാണ്. ബ്രാൻഡ് അംബാസിഡറിനെയോ മറ്റ് മാർക്കറ്റിംഗ് ടെക്നിക്കുകളെയോ ആശ്രയിക്കുന്നതിന് മുൻപ് ബ്രാൻഡ് അഡ്വക്കേറ്റ്സിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന എന്തെങ്കിലും മികവ് ഒരു ഉൽപ്പന്നത്തിനോ സേവനത്തിനോ ഉണ്ടാകണം. ഒരു ബ്രാൻഡിന് ലാർജർ ക്യാമ്പയിൻസ് നടത്തണമെങ്കിൽ, ബ്രോഡർ റീച്ചും കൺസിസ്റ്റൻ്റ് മെസ്സേജിങ്ങും ഉറപ്പാക്കണമെങ്കിൽ മാത്രം ബ്രാൻഡ് അംബാസിഡർ ഉണ്ടായാൽ മതി.